സംസ്ഥാന സർക്കാർ അടുത്തിടെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമാക്കി നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന വൻകിട ക്ഷേമ പദ്ധതികൾക്കും അടിസ്ഥാന സൗകര്യ വികസന നീക്കങ്ങൾക്കും മേൽ കേന്ദ്ര സർക്കാർ കടുത്ത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നത് സംസ്ഥാനത്തിന്റെ സാമ്പത്തിക ഭാവിയെ വലിയ ആശങ്കയിലാഴ്ത്തിയിരിക്കുകയാണ്. തുടർച്ചയായ ഭരണം ഉറപ്പിക്കാനായി ജനപ്രിയ പദ്ധതികളിൽ വൻ തുക ചെലവഴിക്കാൻ ലക്ഷ്യമിട്ട സംസ്ഥാന സർക്കാരിന് കേന്ദ്ര ധനമന്ത്രാലയത്തിന്റെ 2 സുപ്രധാന തീരുമാനങ്ങൾ കനത്ത തിരിച്ചടിയാണ് നൽകിയിരിക്കുന്നത്. ക്ഷേമ പെൻഷൻ വർധനവ്, ശമ്പള വിതരണം, DA കുടിശ്ശിക, നിർമ്മാണ പദ്ധതികളുടെ ബില്ലുകൾ എന്നിവ അടക്കം വിവിധ ആവശ്യങ്ങൾക്കായി പണം കണ്ടെത്താൻ ഇനി സംസ്ഥാന സർക്കാർ കഠിനമായി പ്രയത്നിക്കേണ്ടി വരും. സാമ്പത്തിക വർഷത്തിന്റെ അവസാന പാദത്തിൽ ബാക്കിയുണ്ടായിരുന്ന കടമെടുപ്പ് ശേഷിയിൽ കേന്ദ്ര സർക്കാർ നടത്തിയ കുറവാണ് കേരള സർക്കാരിനെ പ്രതിസന്ധിയിലാക്കിയിരിക്കുന്നത്. ഇനി കടമെടുക്കാൻ ബാക്കിയുണ്ടായിരുന്ന 12,516 കോടി രൂപയിൽ നിന്നും 6,880 കോടി രൂപയാണ് ഒറ്റയടിക്ക് വെട്ടിക്കുറച്ചുകൊണ്ട് കേന്ദ്ര ധനമന്ത്രാലയം സംസ്ഥാനത്തിന് കത്ത് നൽകിയത്. ഇതോടെ ഈ നിർണായക പാദത്തിൽ സംസ്ഥാനത്തിന് കടമെടുക്കാൻ സാധിക്കുന്നത് വെറും 5,944 കോടി രൂപ മാത്രമായി ചുരുങ്ങി. ഈ നടപടി സംസ്ഥാനത്തിന്റെ ദൈനംദിന സാമ്പത്തിക കാര്യങ്ങളെയും തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള ചെലവഴിക്കലുകളെയും പ്രതികൂലമായി ബാധിക്കും. ബജറ്റിന് പുറത്തുള്ള സ്ഥാപനങ്ങളായ കിഫ്ബി പോലുള്ള ഏജൻസികളും പെൻഷൻ വിതരണത്തിനായി രൂപീകരിച്ച പെൻഷൻ കമ്പനിയും എടുത്ത് അധിക വായ്പകളാണ് ഈ കടമെടുപ്പ് പരിധി വെട്ടിക്കുറയ്ക്കാൻ കേന്ദ്രം കാരണമായി ചൂണ്ടിക്കാട്ടുന്നത്. സംസ്ഥാനത്തിന്റെ മൊത്തം വായ്പയുടെ കണക്കിൽ ഈ സ്ഥാപനങ്ങളുടെ കടങ്ങളും ഉൾപ്പെടുത്തണമെന്ന നിലപാടാണ് കേന്ദ്ര സർക്കാർ സ്വീകരിച്ചിട്ടുള്ളത്. ഇത് സംസ്ഥാന സർക്കാരിന്റെ ധനകാര്യ സ്വയംഭരണത്തിന്മേലുള്ള കടന്നുകയറ്റമാണെന്ന് സംസ്ഥാനം വാദിക്കുന്നുണ്ടെങ്കിലും കേന്ദ്രം നടപടിയിൽ ഉറച്ചു നിൽക്കുകയാണ്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ട് സർക്കാർ ക്ഷേമ പെൻഷൻ തുക വർദ്ധിപ്പിച്ചിരുന്നു. 2,000 രൂപയായി വർദ്ധിപ്പിച്ച ഈ പെൻഷൻ വിതരണം അടക്കം പ്രതിസന്ധിയിലാകുമോ എന്ന ആശങ്ക നിലനിൽക്കുന്നുണ്ട്. കരാറുകാർക്ക് ബില്ലുകൾ പാസാക്കി നൽകുന്നതിലും ശമ്പളവും പെൻഷനും കൃത്യസമയത്ത് നൽകുന്നതിലും വലിയ വെല്ലുവിളികൾ നേരിടാൻ സാധ്യതയുണ്ട്. ധനവകുപ്പിന്റെ കണക്കുകൾ പ്രകാരം ജനുവരി മുതൽ മാർച്ച് വരെ കരാറുകാർക്ക് ബില്ലുകൾ പാസാക്കുന്നതിന് മാത്രം ഏകദേശം 20,000 കോടി രൂപയോളം ആവശ്യമുണ്ട്. കൂടാതെ ശമ്പളവും പെൻഷനും നൽകാൻ 15,000 കോടിയിലധികം രൂപ വേണം. നികുതി വരുമാനങ്ങൾ കൊണ്ട് മാത്രമേ ഭീമമായ തുക കണ്ടെത്താൻ കഴിയില്ലെന്നാണ് ധനവകുപ്പിന്റെ വിലയിരുത്തൽ. കടമെടുപ്പാണ് പ്രധാന ആശ്രയം എന്ന നിലയിൽ അതിൽ വന്ന വെട്ടിക്കുറവ് സംസ്ഥാനത്തെ തീവ്രമായ ധനപ്രതിസന്ധിയിലേക്ക് തള്ളിവിടും. സംസ്ഥാനം ഗ്യാരണ്ടി നിൽക്കുന്ന സ്ഥാപനങ്ങൾ വായ്പകൾ തിരിച്ചടയ്ക്കാത്ത സാഹചര്യത്തിൽ ഉപയോഗിക്കാനായുള്ള കരുതൽ ഫണ്ട് രൂപീകരിക്കാത്തതിനാൽ നേരത്തെയും 3,300 കോടി രൂപ കടമെടുപ്പ് പരിധിയിൽ നിന്നും കേന്ദ്രം തടഞ്ഞിരുന്നു. ആകെ ഗ്യാരണ്ടി നിൽക്കുന്ന തുകയുടെ 0.5% വീതം 5 വർഷം കൊണ്ട് 2.5% കരുതൽ ഫണ്ടിൽ നിക്ഷേപിക്കാം എന്ന് കേരളം സമ്മതിച്ചതോടെ ഈ തടഞ്ഞുവെച്ച പണം അനുവദിക്കുമെന്ന പ്രതീക്ഷയുണ്ടായിരുന്നു. എന്നാൽ 2.5% തുകയും ഒറ്റയടിക്ക് ഫണ്ടിലേക്ക് മാറ്റണമെന്ന പുതിയ നിർദ്ദേശം കേന്ദ്രം മുന്നോട്ട് വെച്ചതോടെ ആ വഴിയും സർക്കാരിന് മുന്നിൽ അടഞ്ഞു. സംസ്ഥാനത്തിന് കടുത്ത തിരിച്ചടിയാകുന്ന മറ്റൊരു കേന്ദ്ര സർക്കാർ നീക്കം മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി നിയമത്തിൽ വരുത്തുന്ന ഭേദഗതികളാണ്. ഈ നിയമം പൊളിച്ച് VBG രാംജി നിയമം നടപ്പിലാക്കാൻ ഒരുങ്ങുന്നതോടെ കേരളത്തിലെ ലക്ഷക്കണക്കിന് തൊഴിലാളികളെ അത് പ്രതികൂലമായി ബാധിക്കും. നിലവിൽ തൊഴിലുറപ്പ് പദ്ധതിയിൽ അംഗങ്ങളായ 22 ലക്ഷം പേരിൽ വലിയൊരു പങ്കും പുതിയ നിയമം വരുന്നതോടെ പദ്ധതിക്ക് പുറത്താകുമെന്നാണ് വിലയിരുത്തൽ. തൊഴിൽ ദിനങ്ങൾ 125 ഉയർത്തുമെന്ന് ഭേദഗതി നിയമത്തിൽ പറയുന്നുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ നിലവിൽ ലഭിക്കുന്ന 100 ദിവസം പോലും തൊഴിലാളികൾക്ക് ഉറപ്പാക്കാൻ കഴിയുമോ എന്നതിൽ സംശയമുണ്ട്. പദ്ധതി നടപ്പാക്കുന്ന ഗ്രാമീണ മേഖലകൾ ഇനി മുതൽ കേന്ദ്രമാണ് വിജ്ഞാപനം ചെയ്യുക. ഇതോടെ പദ്ധതിയുടെ വ്യാപ്തി ചുരുങ്ങുകയും നിലവിൽ പല മേഖലകളിലും ലഭിച്ചിരുന്ന തൊഴിലവസരങ്ങൾ കുറയുകയും ചെയ്യും. കാർഷിക സീസണിൽ 60 ദിവസം വരെ തൊഴിലുറപ്പ് ജോലികൾ പാടില്ലെന്ന പുതിയ നിബന്ധനയും തൊഴിൽ ദിനങ്ങൾ കുറയ്ക്കാൻ കാരണമാകും. നിലവിൽ തൊഴിലുറപ്പിലൂടെ നടപ്പാക്കിയിരുന്ന കാർഷിക ജോലികൾ, മാലിന്യ സംസ്കരണം തുടങ്ങിയ പ്രവർത്തനങ്ങളെ പുതിയ നിയമം ദോഷകരമായി ബാധിക്കും. പുതിയ തൊഴിലുറപ്പ് നിയമം സംസ്ഥാന സർക്കാരിന് വലിയ സാമ്പത്തിക ബാധ്യത വരുത്തും. നിലവിൽ 4,000 കോടി രൂപയാണ് തൊഴിലുറപ്പ് പദ്ധതിയുടെ വാർഷിക വിഹിതമായി കേരളത്തിന് ലഭിക്കുന്നത്. എന്നാൽ പദ്ധതി ചെലവിന്റെ 40% സംസ്ഥാനം വഹിക്കണമെന്നാണ് പുതിയ നിബന്ധന. ഇതിനനുസരിച്ച് കേരളം ഏകദേശം 1,600 കോടി രൂപ മുടക്കേണ്ടി വരും. കൂടാതെ കേന്ദ്ര ഫണ്ട് വൈകുകയോ നിശ്ചയിച്ചതിലും അധികം ചെലവ് വരികയോ ചെയ്താൽ ആ അധിക ബാധ്യത സംസ്ഥാനം വഹിക്കണം. വേതനം വൈകിയാൽ നൽകേണ്ട നഷ്ടപരിഹാരവും തൊഴിലില്ലെങ്കിൽ നൽകേണ്ട അലവൻസും സംസ്ഥാനമാണ് നൽകേണ്ടത്. കടമെടുപ്പ് പരിധി വെട്ടിക്കുറച്ചതിലൂടെ സംസ്ഥാനത്തിന്റെ വിഭവ സമാഹരണ ശേഷി പരിമിതപ്പെടുത്തിയതും തൊഴിലുറപ്പ് നിയമത്തിൽ മാറ്റങ്ങൾ വരുത്തി അധിക ബാധ്യത സംസ്ഥാനത്തിന് മേൽ അടിച്ചേൽപ്പിച്ചതും കേരള സർക്കാരിന് ഒരുപോലെ തിരിച്ചടിയായിരിക്കുകയാണ്. അടുത്ത സാമ്പത്തിക വർഷത്തിന്റെ തുടക്കത്തിൽ തന്നെ 2,000 രൂപ ക്ഷേമ പെൻഷൻ ഉൾപ്പെടെയുള്ള ജനപ്രിയ പദ്ധതികൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് കടുത്ത വെല്ലുവിളികൾ നേരിടേണ്ടി വരുമെന്ന് ഉറപ്പാണ്. കേന്ദ്രത്തിന്റെ ഈ സാമ്പത്തിക നയപരമായ തീരുമാനങ്ങൾ സംസ്ഥാനത്തിന്റെ സാമ്പത്തിക ഭദ്രതയെയും ലക്ഷക്കണക്കിന് സാധാരണ ജനങ്ങളുടെ ജീവിതത്തെയും എങ്ങനെ ബാധിക്കുമെന്ന് കൂടുതൽ ചർച്ച ചെയ്യേണ്ടതുണ്ട്.